ഹലോ ഹായ് മക്കളെ, ഒരു മിനിറ്റ് കൊണ്ട് നമ്മൾ ഇന്നൊരു ഇമ്പോർട്ടൻറ്റ് സിസ്റ്റത്തെ കുറിച്ച് പഠിക്കാൻ പോകണം. എന്താണ് ആ സിസ്റ്റം? യെസ്, ഇക്ത സിസ്റ്റം അഥവാ ഇക്ത സമ്പ്രദായം. ഓക്കെ, ഡൽഹി ഭരിച്ചിരുന്ന ഡൽഹി സുൽത്താൻ ഇൽത്തുമിഷിന്റെ കാലഘട്ടത്തിലാണ് എന്ത് വരുന്നത്? ഇക്ത സമ്പ്രദായം അല്ലെങ്കിൽ ഇക്ത സിസ്റ്റം നിലവിൽ വരുന്നത്. ഈ സിസ്റ്റം പ്രകാരം ഒരു രാജ്യത്തിലെ ലാൻഡ്, ഭൂമി ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു. ആർക്കൊക്കെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത്? സോൾജേഴ്സ്, നോബിൾസ്, ബ്യൂറോക്രാറ്റ്സ്, ഇവർക്കൊക്കെ ഇങ്ങനെ വീതിച്ചു കൊടുക്കുന്നു. ഓക്കെ, ഇങ്ങനെ ഇവർക്ക് ദാനമായിട്ട് കിട്ടുന്ന, ഗ്രാൻഡ് ആയിട്ട് കിട്ടുന്ന ലാൻഡ് ഉണ്ടല്ലോ, ഭൂമി ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇക്താസ് എന്ന് പറയുന്നത്. യെസ്, സെറ്റല്ലേ? ഇനി നെക്സ്റ്റ്, ഇങ്ങനെ കിട്ടുന്ന ഇക്താസ് ഉണ്ടല്ലോ, ലാൻഡ്. ഓക്കെ, ഇതിൽ ടാക്സ് കളക്ട് ചെയ്യാനുള്ള റൈറ്റ്സ് ആർക്കായിരിക്കും? നമ്മുടെ നോബിൾസിനൊക്കെ ആയിരിക്കുള്ളൂ. അങ്ങനെ നോബിൾസ് ടാക്സ് ഇങ്ങനെ കളക്ട് ചെയ്ത് ആരെ കൊണ്ട് കൊടുക്കുന്നു? രാജാവിനെ കൊണ്ട് കൊടുക്കുന്നു. ഓക്കെ, സുൽത്താനെ കൊണ്ട് കൊടുക്കുന്നു. ഒരുപാട് പൈസ രാജ്യം ഉണ്ടാക്കുന്നു. അപ്പോൾ ഇതെന്താണ്? ക്യാഷ് എക്കണോമി ഇതിൻ്റെ വളർച്ചയ്ക്ക് കൂടി കാരണമാകുന്നു. പിന്നെ അത് മാത്രമല്ല, ഈ ഒരു സിസ്റ്റം ഒരു രാജ്യത്തിൻ്റെ ശക്തമായിട്ടുള്ള മാസീവായിട്ടുള്ള എക്കണോമിക് ഗ്രോത്തിലേക്ക് നയിക്കുന്നു. അപ്പൊ ഇക്ത സിസ്റ്റം ചില്ലറക്കാരനല്ല. മനസ്സിലായല്ലേ? അപ്പോൾ ഇക്ത സിസ്റ്റം സെറ്റ് അല്ലേ മക്കളെ?